ഒരിക്കലും കേൾക്കാൻ താല്പര്യപ്പെടാത്തൊരു വാർത്തയാണ് ഇന്ന് ഞങ്ങൾ തൃശ്ശൂർക്കാരെ സംബന്ധിച്ച് ഞങ്ങളെ വിഷമിപ്പിക്കുന്നത്. നിങ്ങളെല്ലാവരും അറിഞ്ഞതുപോലെ തന്നെ തൃശ്ശൂർ പൂരത്തിന്റെ മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് തിരുവമ്പാടി ദേവസ്വത്തിന്റെ വെടിപ്പുരകൾക്ക് തീ പിടിച്ച് ഒരു വൻ ദുരന്തമുണ്ടായ വാർത്ത നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കും. പിന്തിരിഞ്ഞു നോക്കിയാൽ ഇത് ആദ്യമായി ഉണ്ടാകുന്ന ദുരന്തമല്ല. ഇതുപോലെയുള്ള ദുരന്തങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങൾ നമ്മൾ തെറ്റുകളിൽ നിന്ന് ഒരു നിമിഷത്തേക്ക് തിരുത്താൻ തയ്യാറായാലും മുന്നോട്ട് പോകുമ്പോൾ ആ തിരുത്തലുകളൊക്കെ കാറ്റിൽ പറക്കാറുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വെടിക്കെട്ടിനെയും ആഘോഷങ്ങളെയും പൂരത്തെ തന്നെയും തള്ളിപ്പറയുന്ന കുറെ ആൾക്കാരെ സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ അതിൽ പെടുന്ന ഒരാളല്ല. ആഘോഷങ്ങൾ വേണം. നമ്മുടെ സാംസ്കാരികമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന എല്ലാ ആഘോഷങ്ങളും അങ്ങനെ തന്നെ നിലനിൽക്കണം. തീർച്ചയായിട്ടും ഏറ്റവും അധികം മുന്നൊരുക്കങ്ങളും സേഫ്റ്റിയും വേണ്ടൊരു മേഖലയാണ് പടക്ക നിർമ്മാണം അല്ലെങ്കിൽ വെടിക്കെട്ട് നിർമ്മാണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൽ വ്യക്തമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് കൂടുതൽ അപകട സാധ്യതയിലേക്ക് നമ്മൾ പോവുക. ഇതൊരു ദുരന്തം വേണ്ടി വരരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമുക്ക് ഇത് പാലിക്കപ്പെടാനായിട്ട് ഇത് വ്യക്തമായിട്ട് എല്ലാ വർഷവും പാലിക്കപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ചാനലുകളിലൊക്കെ വരുന്ന ദൃശ്യങ്ങൾ പ്രകാരം ആ ഒരു സാഹചര്യങ്ങൾ അത്ര കണ്ട് സേഫ് ആയിരുന്നോ എന്നുള്ളത് സംശയാസ്പദമാണ്. അതുപോലെ ഇനി എന്തെങ്കിലും അട്ടിമറികളാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളാണോ എന്നുള്ളതൊക്കെ ഇനി അന്വേഷണത്തിൽ കണ്ടെത്തേണ്ട കാര്യങ്ങളാണ്. എന്തായാലും ഇതുകൊണ്ട് സംഭവിച്ച നഷ്ടങ്ങൾ തിരിച്ചു നികത്താനാവുന്നതല്ല. അതിൽ ഞാനും ഭാഗഭാക്കാവുന്നു. ആ സങ്കടങ്ങളിലൊക്കെ ജീവൻ നഷ്ടപ്പെട്ട ആൾക്കാർക്ക് എൻ്റെ ആദരാഞ്ജലികൾ. മറ്റൊരു ഓർമ്മപ്പെടുത്തലും കൂടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. 2025 ഏപ്രിൽ 22 എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ച് മറക്കാൻ സാധിക്കുന്ന ഒരു ദിവസമല്ല. പഹൽഗാം അറ്റാക്കിന്റെ 1-ാം വാർഷികമാണിന്ന്. രാജ്യത്തിന് നേരെ നിരന്തരം പ്രവർത്തിക്കുന്ന വിദേശ ശക്തികളും തീവ്രവാദികളും ഒക്കെ ചുറ്റും നിൽക്കുമ്പോഴും 24/7 × 365 ഡേയ്സ് ജാഗരൂകരായി നമ്മുടെ സംരക്ഷണം മാത്രം മുൻനിർത്തി പ്രവർത്തിക്കുന്ന നമ്മുടെ ഫോഴ്സസ്, അവരെ നമ്മൾ എത്ര വാക്കുകൾ കൊണ്ട് അനുമോദിച്ചാലും സപ്പോർട്ട് ചെയ്താലും മതിയാവില്ല. അവർ 365 ദിവസവും അവരുടെ പണി വ്യക്തമായും കൃത്യമായും എടുക്കുന്നതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇവിടെ സുരക്ഷിതരായി സന്തോഷത്തോടുകൂടി നമ്മുടെ ജീവിതവുമായി മുന്നോട്ട് പോകുന്നത്. ഈ 365 ദിവസവും പുറത്തുനിന്നുള്ള തീവ്രവാദികളും കോൺസ്റ്റന്റായി നമ്മുടെ നാടിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ ധീര ജവാന്മാർ അതിനെല്ലാം വ്യക്തമായി ചെറുക്കുന്നുണ്ട്. അതിൽ 1-2 പാളിച്ചകൾ സംഭവിക്കുമ്പോൾ നമ്മൾ ഒന്നടങ്കം അവരെ കുറ്റപ്പെടുത്തുന്നത് ശരിയാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു അവസരം കൂടിയാണിത്. നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായി, അതിന് നമ്മൾ തിരിച്ചടിയും നൽകി. അതിന് പ്രൂഫ് ചോദിക്കുന്ന കുറച്ച് നാട്ടുകാരും നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ള വസ്തുതയും കൂടെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഓർക്കണം. ജീവിതം ഒഴിഞ്ഞു വെക്കുന്ന ആ ധീര സൈനികർക്ക് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടത് ഇങ്ങനെയുള്ള മനുഷ്യത്വഹീനമായ സമീപനമാണോ? നമ്മുടെ നാടിനെതിരെ സംസാരിക്കാനും പ്രവർത്തിക്കാനും യാതൊരു മടിയുമില്ലാത്ത കുറെ ആൾക്കാർ ഈ നാട്ടിലുള്ളപ്പോൾ തന്നെ അവർക്ക് വേണ്ടി നിലപാടെടുക്കാനും, അതായത് നമ്മുടെ ധീര സൈനികർക്ക് വേണ്ടി നിലപാടെടുക്കാനും അവരെ സപ്പോർട്ട് ചെയ്യാനും കുറെ ആൾക്കാർ ഇവിടെ ഉണ്ട് എന്നുള്ളതായിരിക്കണം അവരുടെ ഊർജ്ജം. ആ ഒരു പറ്റം ആൾക്കാരിൽ പെടുന്ന ആളാണ് ഞാനും. എന്നെ കേൾക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന നിങ്ങളിൽ എല്ലാവരും.